ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫിലിം കാണാം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫയർ വർക്ക്സ് കാണാം എന്ന് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അൽക്കീറാൻ മാളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് ഫിലിം കാണാൻ പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫിലിം ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സോണിക് 3. അപ്പോൾ അതിപ്പോൾ ഉള്ളത് അൽക്കീറാൻ മാളിലുണ്ടെന്ന് കണ്ടപ്പോഴത്തെ സ്കേപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അൽക്കീറാൻ മാളിലെത്തിയിട്ട്, അപ്പോൾ അവിടേക്ക് എത്താൻ ഇത്തിരി തിരക്കായിരുന്നു. നമ്മുടെ ഫിലിം തുടങ്ങുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരുന്നു അത്, സോണിക് 3. അപ്പോൾ നമ്മളും അവിടെ ഇരുന്ന് കണ്ടു. അപ്പോൾ ഈ ഒരു മോളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അൽക്കീറാൻ മോള് നല്ല മോളാണ് കേട്ടോ, കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു മോള് പണിതിട്ട് അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ അവിടെ നിന്ന് ഇവിടേക്ക് എത്താനും കുറച്ച് ദൂരമുണ്ട്. ഇതിപ്പോൾ ന്യൂ ഇയറിൻ്റെ ട്രാഫിക്കൊക്കെ ആയ കാരണം തന്നെ നമ്മൾ കുറച്ച് എത്രയാണ് 1 hour എടുത്തു ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോളിൻ്റെ ഈ ഒരു ഏരിയനെ പറയുന്നത് സീ സിറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, കടലിൻ്റെ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അധികം നിറച്ച് ശാലകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് മോളിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമ്മൾ ഫിലിം കണ്ടു കഴിഞ്ഞ് 9:15 ഫിലിം. അപ്പോൾ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് 9:30 തൊട്ട് 11:30 വരെയായിരുന്നു മൂവി കേട്ടോ. അപ്പോൾ മൂവി കണ്ടു കഴിഞ്ഞ് നമ്മളൊരു 11:45 ആയപ്പോൾ ആ മോളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇവിടെ നിന്നാലാണ് കറക്റ്റായിട്ട് ഫയർ വർക്ക്സ് കാണാൻ പറ്റുക എന്നുള്ളത്. ഒക്കെ നിന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ഫയർ വർക്ക്സ് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ താഴെയാണെങ്കിലും നിന്നാലും കാണാൻ പറ്റും. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ നിന്ന് ഫയർ വർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡഡാണ്, എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നിന്ന് ഫയർ വർക്ക് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫയർ വർക്ക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ചിലതൊക്കെ ഓർഡർ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വിശന്നിട്ട് നിൽക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും അപ്പോൾ ഒരു 12 o'clock ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സീ ആണ് കേട്ടോ. സീ എന്ന് പറയുന്നത് അങ്ങനെയല്ല, കുറച്ച് വെള്ളം അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഫുള്ളും സീയോട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് അൽക്കീറാൻ എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫയർ വർക്ക്സ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫയർ വർക്ക്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റ് 12 o'clock ആയപ്പോൾ തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ടായിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു 15 minutes ഒക്കെയാണ് കേട്ടോ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാലും നമുക്ക് ഈ ഫയർ വർക്ക്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
വർക്ക്സ് ഉണ്ടായിരുന്നത് ഒരു 20-25 മിനിറ്റ് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞോടുകൂടി എല്ലാവരും തിരിച്ചു പോകേണ്ട തിരക്കിലായി. കുറേ പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. മോളിൻ്റെ ഉള്ളിൽ എന്തായാലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഈ മോളാണെങ്കിലും കട നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ്. എല്ലാ മോളിൻ്റെയും അങ്ങനെ തന്നെയാണ്, ഇൻറ്റീരിയർ ഭയങ്കര അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ക്രൗഡഡാണ്. കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, അതെന്തിനാണെന്ന് അറിയുന്നില്ല. ഇതിൻ്റെ ഉള്ളിലും മ്യൂസിക് കൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് എപ്പോഴാണോ കഴിഞ്ഞില്ലേന്നൊന്നും അറിയില്ല. കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ സിനിസ്കേപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്, കുറേ ഷോപ്പുകൾ, അങ്ങനത്തെ എല്ലാ സാധാരണ മോളിലുള്ള അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 12:30 സമയം. അപ്പോൾ 12:30 അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചെറിയ ഫയർ വർക്ക്സുകളൊക്കെ അപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഓർഡർ ഇപ്പോൾ എടുക്കണതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് നമുക്ക് ഫുഡും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:35 12:40 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ നടന്ന്, നമ്മൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടിയ സ്ഥലമെന്ന് വെച്ചാൽ ഒരറ്റത്താണ് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകണം. നല്ല തണുപ്പ് കാറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ മോളിൻ്റെ ഔട്ട് സൈഡിലുള്ള പുറമേയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആ മോളിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ മോളാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു മോൾ പണിതിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയനെ, ഈ ഒരു അൽക്കേറ ഭാഗത്തിനെ പറയുന്നത് സീ സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അധികം ശാലകളൊക്കെയാണുള്ളത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ല, ഇങ്ങനെ ശാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ മോളിൽ നിന്ന് തിരിച്ചു പോകാണ്. അപ്പോൾ ഫയർ വർക്ക് ഒക്കെ കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോഴും അവിടെ ശാലര ആ ഭാഗത്തൊക്കെ ഈ റോഡിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടത് ശാലകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫയർ വർക്ക്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇറങ്ങിയ കാറിൽ കയറിയപ്പോൾ അതിന് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മളൊരു 2-2.5 മണിക്കൂറോളം ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ. അപ്പോൾ നമ്മളൊരു 12:45 വണ്ടിയിൽ കയറിയതാണ്. ഇവിടുത്തെ ഈ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ബ്ലോക്ക് ഒരു 2.5 മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ആ ബോലിഫിലെത്തിയപ്പോൾ 3:30 ആയിട്ടോ. എന്നിട്ട് 3:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലും ചെറിയ ഫയർ വർക്ക്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ലാസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ 2.5 മണിക്കൂറോളം കാറിൽ തന്നെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 3-3:30 ആയപ്പോഴാണ് തിരിച്ച് ഫാഹയിലെത്തിയത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ന്യൂ ഇയറിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.